നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. തൃശ്ശൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. BJP NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയത്തിനായി പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി തന്ത്രങ്ങൾ മെനയുന്ന അത്രത്തോളം ഗൗരവമേറിയ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നൊരു മണ്ഡലം. ആ മണ്ഡലത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നടക്കുന്നത് തൃശ്ശൂർ പൂരത്തെ ചൊല്ലിയാണ്. തൃശ്ശൂർ പൂരം മനഃപൂർവ്വം അലങ്കോലമാക്കിയതിന് പിന്നിൽ ഇടതു സർക്കാരാണ്. ഈ തൃശ്ശൂർ പൂരത്തെ അലങ്കോലമാക്കി പൂരത്തിൻ്റെ നടത്തിപ്പ് ഏറ്റെടുക്കാനുള്ള ഇടതു സർക്കാരിൻ്റെ, പിണറായി സർക്കാരിൻ്റെ ഗൂഢനീക്കത്തിൻ്റെ ഫലമാണ് കഴിഞ്ഞ ദിവസം നടന്ന അനിഷ്ട സംഭവങ്ങൾ. തൃശ്ശൂരിലെ ജനതയെ സംബന്ധിച്ച് തൃശ്ശൂർ പൂരം എന്നത് അവരുടെ വൈകാരികമായൊരു ഉത്സവമാണ്. അവിടെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും തന്നെയില്ല. രാഷ്ട്രീയത്തിനും മതത്തിനുമൊക്കെ അതീതമായി അവർ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതാണ് തൃശ്ശൂർ പൂരത്തെ. അത്തരമൊരു പൂരം അലങ്കോലമാവുക എന്നത് തൃശ്ശൂരുകാരെ സംബന്ധിച്ച് ഏറ്റവും സങ്കടകരമായൊരു കാര്യമാണ്. ആ സങ്കടകരമായ കാര്യം നടത്തിയതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും പോലീസിനെന്ന് പറഞ്ഞ് കൈ കഴുകുവാൻ സർക്കാരിന് കഴിയില്ല, CPMന് കഴിയില്ല, CPIക്ക് കഴിയില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂർ പൂരം കുളമായതിന് പിന്നാലെ അതിനെ രാഷ്ട്രീയ നേട്ടമാക്കാനുള്ള ഇടതു വലത് മുന്നണികളുടെ ശ്രമമാണ്. ഈ വിഷയത്തിൽ ആദ്യമായി ഒരു വിവാദ പരാമർശവുമായി രംഗത്ത് വന്നത് കെ മുരളീധരനാണ്. കെ മുരളീധരൻ പറഞ്ഞത് തൃശ്ശൂർ പൂരത്തെ അലങ്കോലമാക്കിയതിന് പിന്നിൽ BJPയെ സഹായിക്കാനുള്ള CPMൻ്റെ നീക്കമാണ്. അതായത് അവിടെ തൃശ്ശൂർ പൂരത്തിനെ മനഃപൂർവ്വമായി അലങ്കോലമാക്കുന്നു. അതിൻ്റെ ക്രെഡിറ്റ്, അത് നേരായ വണ്ണം നടത്താൻ കഴിയാത്തതിൻ്റെ പഴി CPM കേൾക്കുന്നു, ഇടതു സർക്കാർ കേൾക്കുന്നു. അതിലൂടെ BJPക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന്. എന്നാൽ അതിന് കൃത്യമായ മറുപടി CPIയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇവിടെ തൃശ്ശൂർ പൂരത്തിനെ രാഷ്ട്രീയ നേട്ടമാക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല. തൃശ്ശൂരിലെ ജനതയ്ക്ക് കൃത്യമായി പൂരത്തിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ച് കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ നേട്ടമാക്കാൻ ആര് ശ്രമിച്ചാലും തൃശ്ശൂരിലെ ജനത അതിനെ തള്ളിക്കളയുമെന്നൊക്കെയുള്ള വലിയ വമ്പൻ ആശയങ്ങളാണ് സുനിൽകുമാർ തൃശ്ശൂരുകാരെ കുറിച്ച് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇതൊന്നുമല്ല അവിടുത്തെ സംഭവം. അവിടെ ഈ പൂരം വിഷയത്തിൽ ഉണ്ടായ ആ പ്രശ്നങ്ങൾ മനഃപൂർവ്വമായി ഉണ്ടാക്കിയതാണെന്നുള്ളത് ഉറപ്പാണ്. അത് തൃശ്ശൂരുകാർക്ക് ഏറെ ബോധ്യപ്പെട്ടും കഴിഞ്ഞു. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ചെറിയ വിവാദങ്ങൾ. കഴിഞ്ഞ പൂരത്തിന് മുമ്പ് തന്നെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ക്രമേണ വിവാദങ്ങൾ ഉണ്ടാക്കി ഈ പാറമേക്കാവിനും അതുപോലെ തിരുവമ്പാടി ദേവസ്വത്തിനുമൊന്നും ഇത് നടത്താൻ കഴിയില്ലെന്നും അതുകൊണ്ട് സർക്കാർ നേരിട്ട് ഏറ്റെടുക്കണമെന്നുമുള്ള വാദങ്ങൾ കൊണ്ടുവരിക. അങ്ങനെ ക്ഷേത്രങ്ങളുടെ ഭരണം പിടിക്കാനുള്ള പിണറായി സർക്കാരിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗം കൂടിയാണ് ഈ തൃശ്ശൂർ പൂരത്തെ കുളമാക്കിയതിന് പിന്നിലെന്നുള്ളത് വളരെ ശക്തമായിരുന്ന ഒരു ആക്ഷേപമാണ്. ആ ആക്ഷേപവും സാധൂകരിക്കുന്ന നിരവധി തെളിവുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അല്ലെങ്കിൽ തന്നെ ഒരു സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന, ഒരു ആഭ്യന്തര വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മീഷണർക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്കും എങ്ങനെയാണ് ഒരു പൂരത്തെ മാത്രം അട്ടിമറിക്കാൻ ശ്രമിക്കുക? ഈ സിറ്റി പോലീസ് കമ്മീഷണർ മാത്രം വിചാരിച്ചാൽ എങ്ങനെയാണ് ഈ പൂരത്തിൻ്റെ നടപടികൾ നിർത്തിവെക്കാൻ കഴിയുക? അപ്പോൾ ഈ സാഹചര്യം അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയാൽ ജനപ്രതിനിധികൾ അവിടെയുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിയുണ്ട്, ഇടതുപക്ഷത്തിൻ്റെ MLA ഉണ്ട്, ആ മണ്ഡലത്തിൻ്റെ. ഇവരൊക്കെ ആ സ്ഥലത്ത് ഉണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുമെന്നറിഞ്ഞാൽ കൃത്യമായി ഇടപെടാം. സർക്കാരിലെ ഉന്നതരെ വിളിച്ചറിയിക്കാം. അവിടെ കമ്മീഷണറുടെ ഇടപെടൽ ശരിയല്ല എന്ന് പറയാം. അവിടെ ജനങ്ങളുമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോകരുതെന്ന് കൃത്യമായി പറയാം. പക്ഷെ അതൊന്നും പറയുന്നില്ല. ഈ പൂരം നിർത്തിവച്ച് വിളക്കുകൾ അണച്ച് പൂരത്തിന് വലിയ ശോഭ കെടുത്തുന്ന ഒരു സാഹചര്യം എത്തിയ ശേഷമാണ് ഈ ജനപ്രതിനിധികൾ ഓരോരുത്തരായി അവിടേക്ക് എത്തുന്നത്. അപ്പോൾ അതിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. പൂരത്തിൻ്റെ ശോഭ കെടുത്തുക, തൃശ്ശൂർ പൂരം ചരിത്രത്തിലാദ്യമായി നിർത്തിവെക്കുക, അതിനുശേഷം വീണ്ടും അവ പുനരാരംഭിക്കുന്നതിന് ഈ സർക്കാർ വലിയ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തി എന്നുള്ള ഒരു ഖ്യാതി ഉണ്ടാക്കുക, ഇതായിരുന്നു ലക്ഷ്യം. അപ്പോൾ തൃശ്ശൂരിലെ ജനതയെ സംബന്ധിച്ച് അവരുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ വികാരമായ തൃശ്ശൂർ പൂരത്തെ കൃത്യമായി അട്ടിമറിച്ചത് ആണെന്നതിൻ്റെ തെളിവുകൾ ഓരോ മണിക്കൂറുകളിലും പുറത്തേക്ക് വരികയാണ്. അതിന് പിന്നാലെ അതിലെ രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യാനുള്ള ശ്രമത്തിലാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയും LDF സ്ഥാനാർത്ഥിയും. ഇവിടെ മാതൃകാപരമായി നമ്മൾ കാണേണ്ടത് സുരേഷ് ഗോപിയുടെ നിലപാടാണ്.
അന്ന് പൂരം പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ രാത്രി സുരേഷ് ഗോപി പറന്നെത്തുന്നു, തിരുവമ്പാടി ദേവസ്വവുമായി സംസാരിക്കുന്നു, എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. പൂരം നിർത്തിവെക്കരുത്, വെടിക്കെട്ട് നിർത്തിവെക്കരുത്, ഒഴിവാക്കരുത്, നിങ്ങൾ മറ്റാരെയും നോക്കരുത്, പൂരപ്രേമികളുടെ വികാരത്തെ മാത്രം മനസ്സിലാക്കണം. മണിക്കൂറുകൾ, ദിവസങ്ങൾ കാത്തിരുന്ന് ഉറക്കമില്ലാതെ കാത്തിരിക്കുന്ന ആ പാവപ്പെട്ട ആളുകളെ നിങ്ങൾ നിരാശരാക്കരുത്. അതുകൊണ്ട് അല്പം വൈകിയാണെങ്കിലും വെടിക്കെട്ട് നടത്തണമെന്ന് പറയുന്നു. സുരേഷ് ഗോപിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം തിരുവമ്പാടി ദേവസ്വം അനുനയത്തിന് തീരുമാനിക്കുന്നു. വെടിക്കെട്ട് നടത്താമെന്നവർ ഉറപ്പിക്കുന്നു. അതിനും എത്രയോ മണിക്കൂറുകൾക്ക് ശേഷമാണ് CPIയുടെ മന്ത്രി കെ രാജൻ അവിടെ എത്തുന്നത്. അതിനുശേഷം മന്ത്രി പറയുന്നത് ഞങ്ങൾ സംസാരിച്ചത് കൊണ്ട് തിരുവമ്പാടി ദേവസ്വം വെടിക്കെട്ടിന് തയ്യാറായി എന്നുള്ളതാണ്. അതിനുശേഷവും വൈകാരികമായ പ്രതികരണങ്ങൾക്കായി മാധ്യമങ്ങൾ സുരേഷ് ഗോപിയെ സമീപിച്ചു. ഇതേക്കുറിച്ച് താൻ ഒരക്ഷരം പറയുന്നില്ല. കുറേ പൂരപ്രേമികൾക്ക് വിഷമമുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിനെ തെരഞ്ഞെടുപ്പ് നേട്ടമാക്കിയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മുതലെടുപ്പിനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത്തരത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഒറ്റ വാക്കിൽ അദ്ദേഹം തൻ്റെ ഉത്തരം അവസാനിപ്പിച്ചു. അതാണ് ഒരു ജെന്റിൽമാൻ എന്ന രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. അവിടെയാണ് സുരേഷ് ഗോപിയുടെ ഗ്രാഫ് ഉയരുന്നത്. തൃശ്ശൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ഇതിനെ ഒരു രാഷ്ട്രീയ നേട്ടമാക്കാൻ ശ്രമിക്കുന്നില്ല എന്നിടത്താണ് തൃശ്ശൂരുകാർക്ക് സുരേഷ് ഗോപിയുടെ മഹിമ മനസ്സിലാകുന്നത്. എന്തായാലും തൃശ്ശൂർ പൂരത്തെ പോലും അലങ്കോലമാക്കിയ ശേഷം, മനഃപൂർവ്വം അലങ്കോലമാക്കിയ ശേഷം, ആ അലങ്കോലമാക്കിയതിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്ന ഏറ്റവും ഹീനമായ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തൃശ്ശൂരിൽ കാണുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്താൻ ഇടതു വലത് മുന്നണികൾ മത്സരിക്കുന്ന കാഴ്ച ഇപ്പോൾ നമ്മൾ അവിടെ കാണുന്നുണ്ട്. എന്തായാലും പരാജയം ഭീതിയാണ് ഇടതു വലത് മുന്നണികൾക്ക്. 2ാം സ്ഥാനത്തേക്കും 3ാം സ്ഥാനത്തേക്കും ആര് എന്ന രീതിയിലാണ് സുനിൽകുമാറും കെ മുരളീധരനും പരസ്പരം മത്സരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഏറ്റവും ഹീനമായ തന്ത്രങ്ങളുമായി ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. CPM-ഉം CPI-യും രംഗത്ത് വന്നിരിക്കുന്നത്. കോൺഗ്രസ് ഒരു ഭാഗത്ത് കുളം കലക്കി മീൻ പിടിക്കാനുള്ള ശ്രമം അവിടെ നടത്തുന്നത്. എന്തായാലും ഈ തൃശ്ശൂരിലെ ജനത യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരിലെ ജനതയുടെ ഹൃദയത്തിനേറ്റ മുറിവാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പൂരം അലങ്കോലമാക്കുന്ന നടപടികൾ. എന്തായാലും അതിന് കൃത്യമായ രീതിയിലൊരു തിരിച്ചടി തൃശ്ശൂരിലെ ജനത കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വീണ്ടും ഈ തൃശ്ശൂർ പൂരത്തെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് അതിനെ രാഷ്ട്രീയപരമായ മുതലെടുപ്പിന് കാരണമാക്കി മാറ്റിക്കൊണ്ട് അതിൽ നിന്നും രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ഇടതു വലത് മുന്നണികളുടെ ഏറ്റവും ഹീനമായ ഒരു കളിയാണിപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ കാണുന്നത്. എന്തായാലും BJP ഇക്കാര്യത്തിൽ വളരെ കരുതലോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തൃശ്ശൂർ പൂരത്തെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് BJP. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ വലിയ പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. അദ്ദേഹം കൃത്യമായി ആ സ്ഥലത്തെത്തുന്നു, ആ സ്ഥലത്ത് പരമാവധി കാര്യങ്ങൾ കൃത്യമാക്കാനുള്ള ഇടപെടലുകൾ നടത്തുന്നു, അതിനുശേഷം അദ്ദേഹം മടങ്ങിപ്പോകുന്നു. അല്ലാതെ ഈ പൂരം സമയത്ത് ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സ്ഥാനാർത്ഥികളായി ഇങ്ങനെ മുന്നിൽ ഞെളിഞ്ഞു നിൽക്കുകയോ വിഷയങ്ങൾ കൈവിട്ടു പോകുന്ന ഘട്ടത്തിൽ അതിലൊന്നും തന്നെ ഇടപെടാതെ മാറി നിൽക്കുകയോ ചെയ്തിട്ടില്ല സുരേഷ് ഗോപി. അദ്ദേഹം വളരെ കൃത്യമായി ആ വിഷയങ്ങളിൽ തൻ്റെ സാന്നിധ്യം എവിടെ ആവശ്യമുണ്ടോ അവിടെ ചെല്ലുന്നു, അവിടെ ഇടപെടുന്നു, വിഷയങ്ങൾ പരിഹരിച്ച ശേഷം കൃത്യമായി തൻ്റെ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതാ കെ മുരളീധരനാണ് ഇതിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദമുണ്ടാക്കി നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നൊരു സ്ഥാനാർത്ഥി. നിരന്തരമായി അദ്ദേഹം ഇങ്ങനെ തൃശ്ശൂർ പൂരത്തെ അവഹേളിച്ചുകൊണ്ട് അത് കൃത്യമായി അലങ്കോലപ്പെടുത്തിയത് സർക്കാർ ബോധപൂർവമാണെന്നും അത് BJPക്ക് വേണ്ടിയാണെന്നും അവിടെ BJP CPM കൂട്ടുകെട്ടുണ്ടെന്നുമുള്ള വലിയ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയാണ്. ഇത് 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നുള്ള ഭീതിയാണ് കെ മുരളീധരനുള്ളത്. VS സുനിൽകുമാറിനാകട്ടെ അവിടെ സുരേഷ് ഗോപി ജയിക്കും, സുരേഷ് ഗോപിക്ക് വലിയ ജനകീയ സ്വീകാര്യത ഉണ്ടായിരിക്കുന്നു. ഈ തൃശ്ശൂർ പൂരത്തിലെ ഈ പാളിച്ച അത് വലിയ തോതിൽ തിരിച്ചടിയാവുക അത് ഇടതുപക്ഷത്തിനാകും, പ്രത്യേകിച്ച് CPI സ്ഥാനാർത്ഥിയെ മത്സരിക്കാവുന്ന തനിക്കാകുമെന്നുള്ള ഒരു ഭീതിയിൽ അദ്ദേഹവും എന്തൊക്കെയോ പുലമ്പുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ലഭിക്കുന്ന വിവരം. എന്തായാലും തൃശ്ശൂർ പൂരത്തെ അലങ്കോലമാക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള വമ്പൻ ഗൂഢാലോചനയാണെന്നതിൽ ഒരു തർക്കവുമില്ല. പരാജയ ഭീതിയിൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സംവിധാനമാണ് തൃശ്ശൂരിൽ കണ്ടത്. എന്തായാലും സർക്കാർ സംവിധാനങ്ങളെപ്പോലും ഉപയോഗിച്ചുകൊണ്ട് തൃശ്ശൂർ പൂരത്തെ കുളമാക്കി രാഷ്ട്രീയപരമായ നേട്ടം കൊയ്യാനുള്ള ഹീനമായ നടപടി അവിടെ ഉണ്ടായിരിക്കുന്നു. അതിൽ തൃശ്ശൂർ ജനത തീർച്ചയായും അസംതൃപ്തരാണ്. അതിൻ്റെ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം.